നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാ നമുക്ക് പോവാം. പാർവതിക്ക് പേടിയായോ? ഈ ഇരുട്ടത്ത് വെച്ച് വിശാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ്, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പാർവതിക്ക് പേടിയായോന്ന്? വേണ്ട സാർ, ഇവിടെ നമുക്ക് ഇരുട്ടത്ത് നിൽക്കണ്ട. ഇത് കാടാ, ഇവിടെ എന്ത് സംഭവിക്കാം. സാർ വാ നമുക്ക് പോവാം. പാർവതി വേണ്ട സാർ, നമുക്ക് തിരിച്ചു പോവാം. വിശാൽ സാർ വാ വാ. അവന്റെ ഒരു പ്രപ്പോസൽ ഏതായാലും അത് ചീറ്റിപ്പോയല്ലോ. പ്രതാപ, എന്താ ചേച്ചി? എനിക്കൊരു സംശയം. എന്താ? നീ ആ ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചോ? ആ കണ്ണ് കാണാത്ത ആൾ എപ്പോഴും കാണുന്നതല്ലേ. അയാൾ എന്തിനാ പ്രത്യേകം ശ്രദ്ധിക്കുന്നേ? ശ്രദ്ധിക്കണം. കാരണം? കാരണമുണ്ട്. അയാളെ കണ്ടിട്ട് നിനക്ക് വല്ല സംശയം തോന്നിയോ? എന്ത് സംശയം? അല്ലെങ്കിൽ തന്നെ ആ ഗതികേട്ടനെ കണ്ട എന്ത് സംശയം തോന്നാനാ? പ്രതാപ, കണ്ണുണ്ടായാ പോരാ, അതിന് കാഴ്ച ഉണ്ടാവണം. പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണം നമ്മൾ തിരിച്ചറിയാതെ വരും. ചേച്ചി ഇതീ പറഞ്ഞു വരുന്നേ? നിനക്കിപ്പോ ശേഖരനെ കണ്ടിട്ട് ഒരു സംശയം തോന്നിയില്ല? ഇല്ല. എന്നാൽ എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? അയാൾ ശേഖര മേനോൻ എന്ന ശേഖരേട്ടനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആര്? ശേഖരനൊളിയനോ? അതെ, എന്റെ ആദ്യ ഭർത്താവ് ശേഖര മേനോൻ, വിപിന്റെയും വിനയുടെയും അച്ഛൻ. ചേച്ചിക്ക് അങ്ങനെ സംശയം തോന്നാൻ കാരണം? നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ പ്രതാപ? ഞാനതിപ്പോഴാ ഓർത്തെടുത്തത്. എന്താണ് ചേച്ചി? ശേഖര മേനോനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്ത ദിവസം, അതേ ദിവസം തന്നെയാണ് ഈ അന്ധനും ഈ വീട്ടിൽ വന്നത്. ശരിയാ, ചേച്ചി പറഞ്ഞു ശരിയാ. ആ ദിവസം തന്നെ അയാൾ വന്നത്. അതുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശേഖറിനെ ഇന്നു മുതൽ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. അയാളുടെ അന്ധതയൊക്കെ ഒരഭിനയമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അയാളെ കാര്യമായി ശ്രദ്ധിച്ചേ മതിയാവും. ശേഖരനളിയനാണ് ഇവിടെ വേഷം കെട്ടി നിൽക്കുന്നതെങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. ഇവർക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ഏതു വിധേനയും ഈ ധൂമകേതുക്കളിൽ നിന്ന് രക്ഷപ്പെടണം. പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കാണാമായിരുന്നു. ഇപ്പൊ അവളും ഇവിടെയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.